Hi traders, welcome back to Market Waves. Nifty, Bank Nifty, Sensex എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നമ്മൾ ഇന്നലെ തയ്യാർ ചെയ്തിരുന്ന ട്രേഡിംഗ് പ്ലാൻ ഒരു ദിവസത്തെ അവധിക്ക് ശേഷം ഇന്ന് എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 27,812 എന്ന ലെവലിൽ കഴിഞ്ഞ ദിവസം 1/10/2024 ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഒരു ദിവസത്തെ അവധിക്ക് ശേഷം ഓപ്പൺ ആയത് ഏതാണ്ട് 360 പോയിന്റിന്റെ മൈനസിൽ വലിയ ഗ്യാപ് ഡൗൺ ആണ്. 25,452 എന്ന ലെവലിലാണ്. നമുക്കറിയാം 25,445 എന്ന ലെവലിലായിരുന്നു നമ്മൾ കൃത്യമായി നമ്മുടെ പ്രധാന സപ്പോർട്ട് എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഓപ്പണായി ഒരു പോയിന്റ് പോലും താഴോട്ട് പോകാതെ അപ്പോൾ തന്നെ ആദ്യത്തെ 5 മിനിറ്റ് വളരെ ഹെവിയായി ഉയരുകയാണ് ചെയ്തത്. അത് അടുത്ത റെസിസ്റ്റൻസ് ലെവൽ വരെ എത്തിയെങ്കിലും അവിടുന്ന് സെല്ലേഴ്സ് വന്നു. എന്നാൽ ചെറിയ ടൈം ഫ്രെയിമിൽ പരിശോധിക്കുമ്പോൾ ഇവിടെ നിന്നും ഒരു റിവേഴ്സൽ പാറ്റേൺ തന്നെയാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തവർക്ക് വളരെ നല്ല ഒരു ടാർഗറ്റ് ലഭിച്ചു. നമ്മൾ ആ തരത്തിൽ രേഖപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ തുടർന്നും അപ്വേർഡ് മൂവ് ചെയ്തേക്കാം എന്നാണ്. അപ്പോൾ ഈ ലെവൽ കംപ്ലീറ്റ് ആയി. അതിനുശേഷം അവിടെ നിന്നും സെല്ലേഴ്സ് രൂപപ്പെട്ടു. ഇവിടെ കൃത്യമായും ഇതൊരു സെല്ലിംഗ് പാറ്റേൺ ആണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈൻ. ഇന്നൊരു നെഗറ്റീവ് ഓപ്പണിംഗ് തന്ന ദിവസമാണ്. പ്രൈസ് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോയേക്കാം. എന്നാൽ ഇവിടെ ഒരു പാറ്റേൺ പ്രകാരം സെല്ലിംഗ് ആണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞവർക്ക് ഒരു ലോ അത് നെക്സ്റ്റ് സപ്പോർട്ടിലോട്ട് ആവാം എന്ന് കരുതി അത് റേഞ്ച് ഉണ്ട്. നമ്മളിവിടെ നോക്കിയാൽ കാണാം 495, 612 എന്ന് പറയുന്ന വളരെ ലെങ്തി ആയ റേഞ്ച് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊരു നല്ല ട്രേഡിംഗ് ലെവലാണെന്ന് കണ്ടുകൊണ്ട് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യുക. അതായത് ഒരു PE ഓപ്ഷൻ ബൈ ചെയ്തവർക്ക് തീർച്ചയായും അടുത്ത സപ്പോർട്ട് ലെവൽ നമ്മൾ രേഖപ്പെടുത്തിയ 495 എന്ന ലെവലിലേക്ക് ഒരു ട്രേഡ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ വീണ്ടും അപ്വേർഡ് മൂവ്മെന്റ് തരുന്നതിന് പകരം റിവേഴ്സൽ തന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ വീണ്ടും എൻട്രി എടുക്കാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ചെയ്ത് കീപ്പ് ചെയ്യാം. എന്നാൽ നമ്മളുടെ എല്ലാം ചിന്തയുടെ ഒരു അടിസ്ഥാനത്തെ കൂടി കണക്കാക്കിക്കൊണ്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. ഇത്രയും ഗ്യാപ് ഡൗൺ ആയ ഓപ്പൺ ആയ നിഫ്റ്റി എന്തായിരുന്നാലും ന്യൂസ് ബേസിലാവാം എന്നൊരു ചിന്ത കൊണ്ട് ഒരു സെക്കൻഡ്, ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ഹോൾഡ് ചെയ്യാം എന്ന് കരുതി ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് അഥവാ കോസ്റ്റ് ടു കോസ്റ്റ് അവരുടെ ട്രേഡ് മാറ്റി വെക്കാൻ കഴിഞ്ഞവർക്ക് വീണ്ടും അടുത്ത ലെവലുകൾ ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡോട്ട് പോരുന്നതാണ് കാണാൻ കഴിഞ്ഞത്. പിന്നീട് വീണ്ടും ഒരു റിവേഴ്സൽ കിട്ടിയത് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന പ്രധാന സപ്പോർട്ടിന് താഴെയാണ്. ആ ലെവലിൽ വന്ന് പ്രൈസ് എക്സിറ്റ് ആയെങ്കിൽ പോലും ആകെ ഇന്ന് നൽകിയ ഒരേ ഒരു റിവേഴ്സൽ പോയിന്റിൽ ഇതായിരുന്നു. എന്നാൽ ഇവിടെ നിന്നും പ്രൈസ് അപ്വേർഡ് മൂവ് ചെയ്യുന്നില്ല. നമ്മളുടെ പ്രധാന സപ്പോർട്ട് ലെവല് അത് റെസിസ്റ്റൻസ് ആയി മാറും. അതിന് താഴെ ക്ലോസ് ആയാൽ അതിന് മുകളിലോട്ട് പോകുന്നില്ല എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞ് ഈ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ വീണ്ടും എൻട്രി എടുത്ത് ഒന്നുകിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ അതല്ലെങ്കിൽ ഈ ലെവലുകൾ ഏതെങ്കിലും എവിടെയാണോ പ്രൈസിന് കയറാൻ കഴിയാതിരുന്നത് ആ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം എന്ന് കരുതിയ ഏതൊരാൾക്കും തുടർന്നും വീണ്ടും നല്ല ട്രേഡ് കിട്ടി. എന്നാൽ പിന്നീട് ഒരു ലെവൽ വരെ ഇതും ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. ഈ ലെവൽ വരെ സപ്പോർട്ട് ലെവലാണ്. ഈ ലെവൽ വരെ താണതിന് ശേഷം പ്രൈസ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ ഒരു 2.25 ഈ തരത്തിൽ ഒരു ബ്ലാക്ക് ലൈൻ പ്ലസ് ഒരു റെഡ് ലൈൻ തന്നിരുന്നു. ഞാൻ ഈ ബ്ലാക്ക് ലൈൻ നിങ്ങൾക്ക് നിരന്തരം പണ്ട് മുതലേ എൻ്റെ ചാനൽ വന്നിട്ടുള്ളവർക്ക് അറിയാം. ഞാൻ ഈ ബ്ലാക്ക് ലൈൻ തരുന്നത് എപ്പോഴും ഒരു എൻട്രി ലെവലാണ്. അതുപോലെ തന്നെ റെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ ആണ്. അതേസമയം ഒരു ബ്ലാക്ക് ലൈൻ തന്ന് അതിന് മുകളിൽ ഒരു ഗ്രീൻ ലൈൻ ആണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതൊരു സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ ആണ്. ഗ്രീൻ ലൈൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി അഥവാ പണ്ടത്തെ അപേക്ഷിച്ച് ഇന്ന് നമ്മുടെ ചാനലിന് കുറച്ചും കൂടി അധികം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. പുതുതായി ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും അവർക്ക് തിരിച്ചറിയാൻ കഴിയട്ടെ എന്ന് കരുതിയാണ് ഈ തരത്തിൽ രേഖപ്പെടുത്തുന്നത്. ഞാൻ ഇവിടെ ഇത് വിശദമാക്കുന്നത്.
ആ തരത്തിൽ ഒരു എൻട്രി ലെവൽ തന്നു. നിങ്ങൾക്ക് അന്ന് ട്രേഡ് പരിശോധിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഞാൻ രേഖപ്പെടുത്തിയ റെഡ് ലൈൻ അത് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. ഇത് തന്നെയാണ് ഞാൻ നമ്മളുടെ പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്ത ലെവലും. ഇത് എൻ്റെ ഒരു പ്രതീക്ഷ മാത്രമാണ്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. പക്ഷെ ഞാൻ ആരെയെങ്കിലും കമ്പൽ ചെയ്യുകയോ ആരെയെങ്കിലും ഒരു ട്രേഡിംഗ് ടിപ്പ് കൊടുക്കുകയോ എന്നല്ല. എൻ്റെ ഒരു വ്യൂ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം. അത് അവരവരുടെ റിസ്ക് മാത്രമാണ്. ഒരു പക്ഷേ ഈ ലെവലിന് മുകളിലോട്ടൊന്ന് കയറി ക്ലോസ് ആവുകയായിരുന്നു ഈ ലെവലിൽ നിന്നെങ്കിലും എങ്കിൽ പോലും നമുക്കൊരു നല്ല ട്രേഡിംഗ് ചാൻസ്, ഒരു 0-0 സാധ്യത കിട്ടിയേനെ. എന്നാൽ ഓൾവേസ് ഈ ബ്ലാക്ക് ലൈനിൽ വന്ന് ടെസ്റ്റ് ചെയ്യുന്നു. വീണ്ടും നമ്മളുടെ ഇവിടെ രേഖപ്പെടുത്തിയിരുന്ന റെസിസ്റ്റൻസിന്റെ അടുക്കൽ എത്തുമ്പോൾ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ആ തരത്തിൽ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയല്ലാതെ ഇവിടെ ഇത്രയും ഏരിയ, ഇത് 5 മിനിറ്റിന്റെ ക്യാൻഡിൽ പാറ്റേൺ ആണ്. ഇത്രയും ടൈം ഈ ഏരിയയിൽ കൺസോൾഡേറ്റ് ചെയ്യുക മാത്രമാണ് ട്രേഡ് മാർക്കറ്റ് പ്രൈസ് ചെയ്തിരുന്നത്. മുൻപ് ദിവസങ്ങളിലെ ലെവൽ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, ഞാൻ ഈ തരത്തിലുള്ള ഒരു ബ്ലൂ ലൈൻ മാർക്കറ്റ് കുറച്ചും കൂടെ മുകളിൽ നിന്നുകൊണ്ടിരുന്ന സമയത്ത് രേഖപ്പെടുത്തിയിരുന്ന ലെവലായിരുന്നു ഇത്. ആ ലെവലിൽ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇത്രയും താഴെ വരികയാണെങ്കിൽ എന്ന രീതിയിൽ ഞാൻ മുമ്പ് മാറ്റിയിട്ടതാണ് ഈ ലെവലിലേക്ക്. അപ്പോൾ ആ ലെവൽ അന്ന് രേഖപ്പെടുത്തിയിരുന്ന ആ ലെവൽ തന്നെയാണ് ഇവിടെ സപ്പോർട്ടായി പ്രവർത്തിച്ചിട്ടുള്ളത്. അതെനിക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു റിവേഴ്സൽ പാറ്റേൺ റെഡി ആവുകയാണെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ പ്രകാരം 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അല്ലെങ്കിൽ 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്പോൾ ഡയറക്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹീറോയ്ക്ക് ചാൻസ് ഉണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു ലെവൽ പോസ്റ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ വ്യക്തമായി നിരീക്ഷിച്ച് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ തരുന്നുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ ഒരു ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. ഞാൻ അങ്ങനെയാണെങ്കിൽ മാത്രമേ എടുക്കാറുമുള്ളൂ. അത് നിങ്ങളുടെ അറിവിലേക്കായി പറഞ്ഞു എന്ന് മാത്രം. പണ്ടൊക്കെ ചാനൽ തുടങ്ങിയ ആദ്യകാലത്ത് വാട്സപ്പ് ചാനൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അതിൽ നിരന്തരം എൻ്റെ ട്രേഡിംഗ് ലെവലുകൾ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അത് അനവധി പേർ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് പലരും കമന്റ് ബോക്സുകൾ കൂടി എന്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ലെവൽ തരുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അതിലൊരു പ്രധാന കാരണം, ഞാൻ ഇത്തരത്തിലൊന്ന് തന്നാൽ സാധാരണയായി എൻ്റെ ട്രേഡിംഗ് ലെവലുകൾ ഇത്തരത്തിലുള്ള ലെവലുകൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാവുന്നവർ ഒരു മുന്നൊരുക്കവുമില്ലാതെ സ്വന്തം ചിന്തിച്ച് ഒന്ന് ഇവിടെ ഒരു അത്തരത്തിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേണുകൾ ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്താതെ തന്നെ ഈ ലെവലിൽ എത്തുമ്പോൾ തന്നെ ബൈ ചെയ്യാം. അതൊരു പക്ഷേ അവർക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനും ലോസ് വരാനുമുള്ള സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞാൻ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിൽ നിന്നും പിന്മാറിയത്. എനിക്ക് തുടർന്ന് ഇതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാഹചര്യം ഉണ്ടായിക്കൊള്ളണമെന്നുമില്ല. ഞാനും ട്രേഡിലാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് തത്സമയത്ത് അത് അപ്ഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നേക്കാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതല്ലാതെ എനിക്ക് ഈ ട്രേഡ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടോ അതിന് മനസ്സില്ലാത്തത് കൊണ്ടോ അല്ല, സാഹചര്യ പ്രശ്നങ്ങളാണ് എന്ന് ദയവായി മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എങ്കിലും നല്ല സിറ്റുവേഷൻസ് വരികയും കൃത്യമായി ഞാൻ കാണാനിടയാവുകയും ഞാൻ ടെർമിനലിന് മുമ്പിലുണ്ടെങ്കിൽ ഇത് പോസ്റ്റ് ചെയ്യുന്നതിന് എനിക്ക് വിരോധമില്ല. പക്ഷെ പൂർണ്ണമായും നിങ്ങളുടെ റിസ്ക് ആണ്. ഞാൻ ഒരു വിധത്തിലും ആരെയും പ്രൊമോട്ട് ചെയ്യുന്നതല്ല. അതുപോലെ തന്നെ പേപ്പർ ട്രേഡ് ചെയ്ത് പരിശീലിക്കൂ എന്ന് പറയുന്നത് പുതുതായി കടന്നു വന്നവർ ഒരറിവുമില്ലാതെ റിയൽ മണി ഉപയോഗിച്ച് ട്രേഡ് ചെയ്ത് ലോസ് നിരന്തരം വന്ന് അവർ സൈക്കോളജിക്കലി ഡൗൺ ആയി പോവാതെ പിന്നെ ഈ മേഖല പൂർണ്ണമായും വിട്ടുപോകേണ്ട ഒരു ഗതികേടിലോട്ട് എത്താതിരിക്കാനാണ് പേപ്പർ ട്രേഡ് ചെയ്ത് അവനവന് ശരിയാകുന്നുണ്ട് എന്നൊരു സ്വയം ബോധ്യം വരാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം ഞാൻ 100% സത്യസന്ധമായും ഒരു ആത്മാർത്ഥതയോടെ കൂടി മാത്രം പങ്കുവെക്കുന്ന വിവരങ്ങളാണ്. പ്രത്യേകിച്ചും ഞാൻ ഉദ്ദേശിക്കുന്നത് പുതുതായി ഈ മേഖലയിലോട്ട് കടന്നു വരുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചാണ് ഇത്തരം വിവരങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നാൽ എന്നേക്കാളൊക്കെ ഒരുപാട് മികവുള്ളവരും ചിലപ്പോൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടാവാം. അവർക്ക് ഇതിനോടെല്ലാം തികഞ്ഞ നീരസമായിരിക്കാം, വിരോധ അഭിപ്രായം, എതിരഭിപ്രായങ്ങളാവാം ഉണ്ടാവുക. അത്തരത്തിൽപ്പെട്ടവർ എൻ്റെ ഈ ജൽപ്പനങ്ങളെ പരിഗണിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ദയവായി എല്ലാവരും സഹകരിക്കും, എൻ്റെ ഉദ്ദേശശുദ്ധിയെ മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് ലഭിച്ച മൂവ്മെന്റ്. പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. നല്ല ട്രേഡിംഗ് ദിനമായിരുന്നു. വൺ സൈഡ് ആണ്. ഒരു ട്രെൻഡ് ലൈൻ വരച്ചാൽ പോലും എവിടെയും ഒരു ബ്രേക്കിംഗ് തരാതെ കൃത്യമായും ട്രെൻഡ് ലൈനിൽ തന്നെ ബിഹേവ് ചെയ്ത ഒരു ദിവസമായിരുന്നു ഇന്ന്. അതുകൊണ്ട് അല്പമെങ്കിലും ചിന്തിച്ച് ട്രേഡ് എടുക്കുന്ന ഏതൊരാൾക്കും കൈനിറയെ പ്രോഫിറ്റ് തന്നെയാണ്. ഒട്ടനവധി പേർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു P&L വോയിസ് മെസ്സേജുകളും. പക്ഷേ എല്ലാവരുടെയും വോയിസ് മെസ്സേജുകൾ എനിക്ക് ഷെയർ ചെയ്യാൻ സാധ്യമാകാറില്ല. രാവിലെ ഏറ്റവും ആദ്യം കിട്ടുന്ന 1, 2, 3
ഒക്കെ ട്രേഡുകൾ മാത്രമാണ്, ലെവലുകൾ മാത്രമാണ് ഞാൻ നമ്മളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതും മറ്റുള്ളവർക്ക് ഒരു പ്രോത്സാഹനമായെങ്കിലോ എന്നൊരു ചിന്തയാണ് ആ പ്രവൃത്തിയിലും ഉള്ളത്. അത് തിരിച്ചറിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് തന്ന നമ്മളുടെ പ്രൈസ് മൂവിംഗ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് എന്തായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇത്തരത്തിലൊരു ട്രേഡിംഗ് പ്ലാൻ തയ്യാറാക്കുന്നത് അതുപോലെ തന്നെയും പ്രൈസ് മൂവ് ചെയ്യൂ എന്ന ഉറപ്പ് കൊണ്ടൊന്നുമല്ല. എന്നാൽ പ്രൈസ് നാളെ എവിടെയോ ഉണ്ടാവട്ടെ, എവിടെ ഉണ്ടായിരുന്നാലും അത് അവിടെ നിന്നും എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റൻസ് ഏതായിരിക്കാം, പ്രധാന സപ്പോർട്ട് ഏതായിരിക്കാം എന്ന് വ്യക്തിപരമായി എനിക്ക് തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കുന്നത്. അത് ആരൊരാളും അവരവരുടെ തിരിച്ചറിവിനനുസരിച്ച് അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള അറിവിനനുസരിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കുന്നത് വളരെ നല്ലത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചിലര് ഞാനുമായിട്ട് സംവദിക്കുമ്പോൾ പറയുന്നത്, പ്രോഫിറ്റ് ബോക്സ് വന്നു കഴിഞ്ഞാലും ടെൻഷനാണ്, ഗ്രീൻ കളറിൽ നമ്മുടെ പിയാൻഡിൽ ഇങ്ങനെ കയറി പോകുമ്പോഴും ടെൻഷനാണ്, റെഡ് കളറിൽ അതായത് ലോസിൽ ഇങ്ങനെ താഴോട്ട് പോകുമ്പോഴും ടെൻഷനാണ്. അപ്പോൾ പ്രോഫിറ്റ് കിട്ടിയാൽ അത് കുറഞ്ഞു പോകുമെന്ന്, റെഡ് വന്നു കഴിഞ്ഞാൽ അത് എത്ര വരെ താഴോട്ട് പോകുന്ന അറിയത്തില്ലാത്ത ആശങ്ക, ഈ കാരണങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ലെവലുകൾ കിടന്നാൽ അടുത്ത ലെവൽ ടെസ്റ്റ് ചെയ്തേക്കാം, അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം എന്നൊക്കെ നമുക്കൊരു ധാരണ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ തരത്തിലുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻ തയ്യാറാക്കുന്നതും. ഞാനിത് കാലങ്ങളായി ചെയ്തു പോരുന്നതാണ്. നമ്മളുടെ ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമെന്ന രീതിക്കാണ് ഇതാണ് ആദ്യം എൻ്റെ ട്രേഡിംഗ് ലെവലാണ് ഞാൻ ആദ്യമായി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു തുടങ്ങിയത്. പിന്നീടാണ് ഞാൻ നേരിട്ട് സംവദിക്കുന്ന വീഡിയോ എല്ലാം പോസ്റ്റ് ചെയ്യാനും എൻ്റെ ചാനൽ അല്പമെങ്കിലും നാലാൾ അറിയുന്ന രീതിയിലോട്ട് വളർന്നു വരാനും സാധ്യതയായത്. എന്നാൽ ഇപ്പോൾ എനിക്ക് അത്തരത്തിലുള്ള വീഡിയോകൾ അത്ര കണ്ട് തയ്യാറാക്കി പോസ്റ്റ് ചെയ്യാനുള്ള സൗകര്യക്കുറവ്, ടൈമിൻ്റെ പ്രശ്നം വ്യക്തിപരമായി ഉള്ളത് കൊണ്ടാണ് അത് ചെയ്തു വരാത്തത്. സമയം കിട്ടുമ്പോൾ ഞാൻ എൻ്റെ അറിവുകൾ ഒന്നൊന്നായി പതിയെ ഷെയർ ചെയ്യാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എന്നാൽ ഈ ഇൻഡിക്കേറ്ററുകളെ കുറിച്ചോ സാധാരണയായി നമുക്ക് ഇഷ്ടം പോലെ യൂട്യൂബിൽ കിട്ടുന്ന വിവരങ്ങളെ കുറിച്ചോ അങ്ങനെ കൂടുതൽ വീഡിയോസ് ഇടാൻ എനിക്കതിൽ എത്ര താല്പര്യം തോന്നാറില്ല. നാളെ ചെയ്യുമോ എന്ന് എനിക്ക് വ്യക്തമായി അറിയത്തുമില്ല. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യം ഇങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് അടുത്തതായി നാളത്തേക്കുള്ള ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്ന് പരിശോധിക്കാം. ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് ലെവൽ എന്ന രീതിക്ക് 25,250 എന്ന ലെവലാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് ലെവലായി ഞാൻ 25,600 599 എന്നാണ് ഇവിടെ ലൈൻ കിടക്കുന്നത്. അങ്ങനെ ഒരു പോയിന്റ് 2 പോയിന്റ് ഒന്നും നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല. ഒരു റൗണ്ട് ഫിഗർ എന്ന ലെവലിൽ 25,600 എന്ന ലെവൽ പരിഗണിക്കാവുന്നതാണ്. അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസ് ലെവലുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ 25,395, 445, 523 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. എന്നാൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനു മുകളിൽ, ഇന്നത്തെ ഉയരത്തിന് മുകളിലോട്ട് കിടക്കുന്നുണ്ടോ, ഇന്നത്തെ ഉയരം രേഖപ്പെടുത്താനായി ഞാൻ 25,640 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി സ്ട്രിക്റ്റ് ആയി കണക്കാക്കുകയും ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അത് ഡേയ്സ് ലോ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോൾ ഞാൻ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുക. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനു മുകളിലോട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പതിയെ 25,445, 523, 26,223, 25,600 എന്ന ലെവലുകളൊക്കെ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് പ്രൈസ് വീണ്ടും ഡിക്ലൈൻ ആകുന്നു എന്ന ഒരു ഇൻഡിക്കേഷൻ തരത്തക്ക രീതിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ലെവല് 25,200 എന്ന ലെവലിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുകയാണെങ്കിൽ
ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് പോയിന്റ്. അപ്പോൾ പ്രതീക്ഷിക്കുന്ന പിന്നീടത്തെ ടാർഗറ്റ്, ആദ്യം തന്ന ടാർഗറ്റ്, അതിനുശേഷം വീണ്ടും പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ വീണ്ടും ക്ലോസ് ആവുന്നെങ്കിൽ അല്പം വീക്കാണ് മാർക്കറ്റ് എന്ന് മനസ്സിലാക്കുകയും പ്രൈസ് വീണ്ടും ഡിക്ലൈൻ സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റാണ് 25,131, 25,071, 25,022 എന്നിങ്ങനെയുള്ള നമ്പറുകൾ. 24,937, 880, 597 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഞാൻ അതിന് താഴോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാലും 25,000 എന്നത് ഒരു ബിഗ് റൗണ്ട് നമ്പർ ആയതുകൊണ്ട് അത് അല്പം സ്ട്രോങ് ആയ ഒരു സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് ഈ ലെവലുകളെല്ലാം എപ്പോൾ വേണേലും ബൗൺസ് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിക്കുന്ന ഒരു ലെവലുകളാണ്. അതുകൊണ്ട് നമ്മളുടെ പ്രോഫിറ്റ് നമ്മൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് ക്ലോസ് ചെയ്യുകയോ ലോക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും കിട്ടുന്ന അപ്പ് മൂവ് തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് വീണ്ടും ട്രേഡിൽ എൻ്റർ ആവുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നിഫ്റ്റിയിലേക്ക് നാളത്തേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. നിഫ്റ്റി ഞാൻ ഇത്രയും വിശദമായി പറയുന്നു. ഇത് തന്നെയാണ് മറ്റ് 2 ഇൻഡെക്സുകളിലും ഞാൻ പറയാനുള്ളത്. എന്നാൽ അതിനകത്തെ ലെവലുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നു എന്ന ആക്ഷേപം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കൂടുതലും വിശദമായി അതിനകത്തോട്ടൊന്നും സംസാരിക്കുന്നില്ല. അതിൻ്റെ ലെവലുകൾ വിശദീകരിച്ചു പോകുന്നു എന്ന് മാത്രം. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ബെൽ ബട്ടൺ കൂടി അമർത്തി വെക്കുകയാണെങ്കിൽ തീർച്ചയായും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. പലർക്കും അത് ലഭിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ഇതായേക്കാം. അതുകൊണ്ട് അത്തരത്തിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തക്ക രീതിയിൽ നിങ്ങളുടെ ബെൽ ബട്ടൺ അമർത്തി സഹകരിക്കുക. അപ്പോൾ അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് ലെവലുകൾ എന്ന് പരിശോധിക്കാം. 51,773 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിക്ക് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 52,910 എന്ന ലെവലാണ് ഒരു ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് ലെവൽ. ഒരുപക്ഷെ ഇത് ഇത്രയും കൂടുതൽ ലെങ്ത്തിൽ വച്ചിട്ടുള്ളതിൻ്റെ കാരണം ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സും മൂവ് ചെയ്യാമെന്ന് കരുതിയാൽ ഒരു 900 പോയിന്റോ 1,200 പോയിന്റൊന്നും ഒരു പോയിന്റ് അല്ലാത്ത ഫാസ്റ്റ് മൂവിങ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു ലെവൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഒരു ഇൻഡിക്കേഷനാണ് ലഭിക്കുന്നതെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലാണ്. അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യുന്നില്ല. ചെറിയ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് കിടക്കുകയാണെങ്കിൽ തുടർന്ന് സിഗ്സാഗായി പ്രൈസ് ഈ ഡയറക്ഷനുകൾ ഉള്ള ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴെ 51,640 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്യുകയോ അതിന് താഴോട്ട് ക്ലോസ് ചെയ്യുകയോ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകിയാൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന അപ്പോഴത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. അതിന് താഴോട്ട് പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷ. അത്തരത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ലെവലുകൾ 51,425, 257 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി കാണുന്നു. തുടർന്ന് 51,080, 50,946, 829, 651 എന്നിങ്ങനെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാണാമെന്നാണ് കരുതുന്നത്. സെൻസെക്സിൽ എന്താണ് അടുത്ത ലെവലുകൾ എന്ന് നമുക്ക് പരിശോധിക്കാം. 82,518 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ടായി കാണുന്നത്. 83,555 എന്ന ലെവലാണ് ആദ്യത്തെ റെസിസ്റ്റൻസ് എന്ന രീതിയിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പതിവ് പോലെ ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്പോൾ ഡയറക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ
സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി പരിഗണിക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലാണ് ആദ്യത്തേത്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ അതിന് മുകളിൽ ക്ലോസ് ചെയ്തു ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് എങ്കിൽ വീണ്ടും കിട്ടുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ട്രേഡ് ചെയ്യും. ഗ്രാജുവലി പ്രൈസ് അപ്വേർഡ് മൂവ് ചെയ്ത് ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. ഈ ലെവലിന് മുകളിലോട്ട് കിടക്കുകയാണെങ്കിൽ 83,772, 84,093, 84,259 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ടാർഗറ്റുകളായി പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നുവെന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ടാർഗറ്റ് തീർച്ചയായും പ്രൈസ് ഡിക്ലൈൻ ആകുന്നു എന്നൊരു ബോധ്യം വരാൻ ഈ ലെവലിന് താഴോട്ട് 82,366 എന്ന ലെവലിന് താഴോട്ട് ക്ലോസ് ചെയ്യുകയാണ് വേണ്ടത്. ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡെങ്കിലും ക്ലോസ് ചെയ്താൽ വളരെ ഉചിതമാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യുന്നില്ല, ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് കണ്ടാൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ഈ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക. അവ 82,197, 984, 81,765 എന്നിങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ലെവലുകൾ. അതിന് താഴോട്ടും ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. ഇത് എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ ഞാൻ എനിക്ക് വേണ്ടി തയ്യാറാക്കുന്ന ലെവലുകളാണ്. നിങ്ങളും പഠനാർത്ഥം ഉപയോഗിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ പൂർണ്ണമായും റിസ്ക് നിങ്ങളുടേതാണ്. ഞാൻ ഒരാളെ പോലും ഇത് ഉപയോഗപ്പെടുത്താൻ പ്രേരിപ്പിക്കുകയോ നിർബന്ധിക്കുകയോ ഏതെങ്കിലും വിധത്തിൽ കമ്പൽ ചെയ്യുകയോ ചെയ്യുന്നില്ല. അത്തരത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും നിങ്ങളുടെ താല്പര്യത്തിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമായിരിക്കണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും ഗുണകരമെന്ന് തോന്നുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നാൽ കഴിയുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങൾ, ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ ഉതകുന്ന അഭിപ്രായ നിർദ്ദേശങ്ങളായാൽ വളരെ നന്നായിരുന്നു. വെറുതെ മുറിപ്പെടുത്താനുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടതില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. താല്പര്യമുള്ളവർ മാത്രം കാണുക, അല്ലാത്തവർ ഒഴിവാക്കുക എന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പബ്ലിക് ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാനുമായി കോണ്ടാക്ട് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നവർക്ക് അതിൽ എൻ്റെ വാട്സപ്പ് നമ്പർ പിൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും വോയിസ് മെസ്സേജ് അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ പരിചയപ്പെടാവുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങൾ അയച്ച് ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മനസ്സ് കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ, ലാഭം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.